പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസാണ് പോലീസ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ പ്രതി ചെന്താമരയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. നാളെ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. നാട്ടുകാരുടെ രോഷം തെളിവെടുപ്പടക്കമുള്ള നടപടികൾക്ക് വെല്ലുവിളിയാകും എന്നാണ് നിഗമനം. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട്. ഷംന, പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുന്നു. അതിനുശേഷം എന്തൊക്കെയായിരിക്കും നടപടികൾ? തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രതി ചെന്താമരയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്താനാണ് ഈ പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകം കണ്ട ദൃക്സാക്ഷികൾ ഒന്നുമില്ല. അതിനാൽ തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം അത് പുനരാവിഷ്കരിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. കാരണം ഈ പ്രതി പറഞ്ഞതനുസരിച്ച് ഘട്ടത്തിൽ മൊഴി നൽകിയതനുസരിച്ച് ഇയാൾ വരുന്നത് സുധാകരൻ ബൈക്കിൽ നിന്ന് വരുന്നു, ഇരുചക്ര വാഹനത്തിൽ നിന്ന് വരുന്നു. അത് ഈ പ്രതിയെ തട്ടിയപ്പോഴാണ് വെട്ടുകത്തിയെടുത്ത് വെട്ടിയതെന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. എന്നാൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പ്രതി കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം ഈ കുടുംബത്തോടും സുധാകരന്റെ കുടുംബത്തോടും വൈരാഗ്യം ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടന്ന ആളാണ്. ആസൂത്രണം ചെയ്ത് പക വീട്ടിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് എങ്ങനെ ഈ കൊലപാതകം നടന്നു എന്നത് സംബന്ധിച്ച് ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പ്രതിയെ തിരച്ചിലിന്റെ ഘട്ടത്തിലടക്കം മുതൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു രോഷം, അല്ലെങ്കിൽ ഈ പോലീസിന് നേരെ പോലും നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പോലീസ് ഒരു കൃത്യമായ നടപടി എടുക്കാത്തത് കൊണ്ടാണ് കൊലപാതകം നടന്നത്. അതുകൊണ്ട് പോലീസിനെതിരെ പോലും നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രതിയെ പിടികൂടുമ്പോഴും ആ പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴൊക്കെ വലിയ തരത്തിലുള്ള നാട്ടുകാരുടെ ഒരു രോഷപ്രകടനം നമ്മൾ കണ്ടതാണ്. ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ഈ പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എത്തരത്തിലായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക എന്നത് ഒരു ആശങ്കയുണ്ട്. അതിനാൽ തന്നെ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യമാക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഇപ്പോൾ ഒരു മേഖലയിൽ ഈ പ്രതിയുടെയും സുധാകരന്റെയും വീടിനോട് ചേർന്ന് ഒരു പോലീസ് ജീപ്പ് വരുമ്പോൾ പോലും നാട്ടുകാർ ഈ പ്രതി അതിലുണ്ടാകാമെന്ന ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിൽ പാഞ്ഞ് ആ ഒരു മേഖലയിലേക്ക് വരുന്നതും ഈ പ്രതിയെ കൈകാര്യം ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുന്നതൊക്കെ അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രതിയെ തെളിവെടുപ്പിന്, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം നടന്നത് എങ്ങനെയെന്ന് ആ സീൻ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഈ പ്രകോപനം അല്ലെങ്കിൽ രോഷപ്രകടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഷംന. അതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ, അതായത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തന്നെ ഉടൻ തന്നെ ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊലപാതകം പുനരാവിഷ്കരിക്കുക ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അതോ നാട്ടുകാരുടെ ഈ ഒരു അമർഷം, ഇതൊക്കെ തണുത്ത ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ? അത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ഈ ഒരു രോഷം അത് അടങ്ങിയതിന് ശേഷം മതി എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതേസമയം തന്നെ ഈ രോഷമൊന്നും അടങ്ങുന്നത് വരെ കാത്തു നിൽക്കാൻ മേലുദ്യോഗസ്ഥരടക്കം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ തിങ്കളാഴ്ചയ്ക്ക് ശേഷം, അതായത് കസ്റ്റഡിയിൽ എടുക്കുക തിങ്കളാഴ്ചയാണ്, അതിനുശേഷം പതുക്കെ രഹസ്യ സ്വഭാവത്തിൽ തന്നെ നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. പക്ഷേ ഈ പറഞ്ഞ നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി എന്ന് പറയുന്നത് തീർത്തും ഒരു ഗ്രാമപ്രദേശം. പ്രതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ടല്ലോ. സാധാരണഗതിയിൽ ഇത്തരം ഒരു നീക്കം തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. അതെന്തുകൊണ്ടായിരിക്കാം ഈ പ്രതി ഈ മൊഴികൾ ഇങ്ങനെ മാറ്റുന്നതാണോ ഈ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്?
തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നത് ഈ ഒരു പ്രകോപനം, അതായത് സുധാകരന്റെ വാഹനം ഇടിച്ചതാണ് കാരണം, അതിനുശേഷമാണ് ഈ വെട്ടിയത്, ഈ സുധാകരനെ കൊലപ്പെടുത്തിയത്. പിന്നീട് ഈ അമ്മ ലക്ഷ്മി തെറി വിളിച്ചുകൊണ്ട് പുറത്തു നിന്നും വന്നപ്പോഴാണ് ലക്ഷ്മിയെയും വെട്ടിയത് എന്ന തരത്തിലാണ് പ്രതി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. പക്ഷേ അതിനുശേഷം പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിലടക്കം ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇനിയും ആളുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് പ്രതി പ്രതികരിച്ചത്. ഒപ്പം തന്നെ യാതൊരു കൂസലില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഈ പ്രതിക്കുണ്ടായിരുന്നില്ല. ലോക്കപ്പിൽ കിടക്കുമ്പോൾ പോലും പോലീസുകാരൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, പ്രതിക്ക് ഒരു കുറ്റബോധവും ഇല്ല, ലോക്കപ്പിനുള്ളിൽ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ. അയാളുടെ ഒരു വിഷമം ഈ പറയുന്ന ബാക്കി 3 പേരെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, ഇനി ഒരു അവസരം കിട്ടിയാൽ അതും നടത്തുമെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. പക്ഷെ പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതി എന്തെങ്കിലും പറയാനുണ്ടോ, ഈ പ്രതി രക്ഷപ്പെടുന്നതിനിടക്ക് കാലിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു പോയി, 2 പേരെ കൊന്നുപോയി, എനിക്ക് ക്ഷമിക്കണം, ഞാൻ കൊന്നുപോയി, എനിക്ക് ശിക്ഷ തരണം, 100 വർഷം വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളൂ, കാരണം ഈ എൻ്റെ മകളും മരുമകനൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള നല്ല ഉയർന്ന ജോലിയുള്ള ആളുകളാണ്, അവരുടെ മുമ്പിൽ ഇനി എനിക്ക് തല കുനിക്കാൻ വയ്യ, എന്നെ എത്ര വർഷം വേണമെങ്കിലും ശിക്ഷ എനിക്ക് തരൂ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജയിലിൽ ഇരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പോലീസ് പിടികൂടിയ സമയത്തും ഒന്നും ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യും എന്ന് ആഹ്വാനം ചെയ്തിരുന്ന ഒരു പ്രതി എന്തുകൊണ്ട് കോടതിയിലെത്തിയപ്പോൾ ഇത് തെറ്റുപറ്റിപ്പോയി എന്ന നിലയിൽ പറഞ്ഞു എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയതനുസരിച്ച് ഈ വിഷം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ വൈദ്യപരിശോധനയിൽ അത് കണ്ടെത്തിയില്ല. അങ്ങനെ പോലീസിന്റെ അന്വേഷണം ഈ പല തരത്തിൽ വഴിതിരിക്കാൻ വേണ്ടി പ്രതി പല മൊഴികളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പോലീസിന് ഈ പ്രതിയുടെ ഇതുവരെയുള്ള ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയുടെ രഹസ്യമൊഴി എടുക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനിരിക്കുകയാണ് പോലീസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കം. കാരണം പ്രതി അടിക്കടി മൊഴി മാറ്റുന്നുണ്ട്, ഇത് ഒഴിവാക്കാൻ എന്ന ലക്ഷ്യം മാത്രമല്ല, ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായുള്ള പ്രതിസന്ധി, പ്രതിയുടെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമടക്കം പല രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പോലീസ് രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നത്.